അമേരിക്കയും ഇറാനും വീണ്ടും യുദ്ധത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇന്ന് അമേരിക്ക ഇറാന്റെ വളരെ പ്രധാനപ്പെട്ട ഹോർമുസ് കടലിടുക്കിലുള്ള അബൂ മൂസ എന്നറിയപ്പെടുന്ന ദ്വീപിൽ ആക്രമണം നടത്തി. അതുപോലെ തന്നെ ഹോർമുസ് കടലിടുക്കിന്റെ തീരപ്രദേശങ്ങളിൽ ചില ഭാഗങ്ങളിൽ അമേരിക്ക ആക്രമണം നടത്തി. അതൊരു തിരിച്ചടിയായി മണിക്കൂറുകൾക്കകം തന്നെ അമേരിക്കയുടെ മോഫക് സ്വൽത്തി എന്നറിയപ്പെടുന്ന ജോർദാനിലെ എയർബേസ്, അതുപോലെ തന്നെ ബഹ്റൈൻ, കുവൈത്ത്, ഖത്തർ ഈ 4 രാഷ്ട്രങ്ങളിലുള്ള അമേരിക്കൻ കേന്ദ്രങ്ങൾക്ക് നേരെ ഇറാൻ തിരിച്ചടിച്ചിരിക്കുകയാണ്. അതിശക്തമായ പ്രതിരോധ സംവിധാനങ്ങളെ എല്ലാം നോക്കുകുത്തിയാക്കുന്ന അതിശക്തമായ ആക്രമണമാണ് ഇറാൻ അമേരിക്കൻ ബേസുകളിൽ നടത്തിയിട്ടുള്ളത്. ഇപ്പോൾ ഇറാന്റെ IRGCയുടെ പ്രധാനപ്പെട്ട പ്രസ്താവന വന്നിരിക്കുന്നത് ഒരു ആക്രമണത്തിന് തിരിച്ചടി 2 ആയിരിക്കുമെന്നാണ്. ഒരിക്കലും അമേരിക്കൻ ആക്രമണങ്ങളിൽ തിരിച്ചടി അതിന്റെ തോത് കുറവായിരിക്കില്ല, ഇരട്ടിയായിരിക്കും എന്നാണ് IRGC സൂചിപ്പിക്കുന്നത്. ആ രീതിയിലുള്ള തിരിച്ചടിയാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഖത്തറിലും അതുപോലെ ബഹ്റൈൻ, അതേപോലെ തന്നെ കഴിഞ്ഞ ദിവസം ആക്രമിച്ചിരുന്ന അലി സാലിം എയർബേസിൽ, അതുപോലെ തന്നെ 5ാം കപ്പൽപ്പട ബഹ്റൈനിലുള്ള ഈ കേന്ദ്രങ്ങൾക്ക് നേരെ ഇപ്പോഴും ഇറാൻ ആക്രമണം നടത്തിയിട്ടുണ്ട്. അതോടൊപ്പം അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ജോർദാനിലുള്ള ബേസിന് നേരെയും ആക്രമണം നടത്തിയിട്ടുണ്ട്. അതോടൊപ്പം ഖത്തറിലും ആക്രമണം നടത്തിയിട്ടുണ്ട്. ഇങ്ങനെ അമേരിക്കയുടെ പ്രധാനപ്പെട്ട ബേസുകളെ എല്ലാം ആക്രമിച്ചിരിക്കുകയാണ്. സൗദി അറേബ്യ, അതുപോലെ തന്നെ UAE ഈ രാഷ്ട്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയതിന്റെ സൂചനകളൊന്നും വന്നിട്ടില്ല. അതേ സമയത്ത് ഖത്തറിലും അതുപോലെ കുവൈത്ത്, ബഹ്റൈൻ, ജോർദാൻ തുടങ്ങിയ രാഷ്ട്രങ്ങളിൽ അതിശക്തമായ ഇറാന്റെ തിരിച്ചടി ഉണ്ടായിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ ഇറാൻ ഇപ്പോൾ തിരിച്ചടിക്കുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രീതി എന്ന് പറയുന്നത് അമേരിക്കയുടെ സൈനികരെ ലക്ഷ്യമാക്കിയാണ്. സൈനികർ കൂടി നിൽക്കുന്ന കേന്ദ്രങ്ങൾ, അവർ താമസിക്കുന്ന ഭാഗങ്ങൾ, ഇതിനെയെല്ലാം വ്യക്തമായി ടാർഗറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ആക്രമണങ്ങളാണ് ഇറാൻ നടത്തുന്നത്. ഇത് കൂടുതൽ അമേരിക്കയെ പ്രകോപിപ്പിക്കുന്ന രീതിയാണ്. ആ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ഇറാൻ തിരിച്ചടിച്ചു കൊണ്ടിരിക്കുന്നത്. ഇറാൻ പറയുന്നത് അമേരിക്ക വെടിനിർത്തൽ കരാർ ലംഘിച്ചിരിക്കുകയാണ്, അതുകൊണ്ടാണ് ഞങ്ങൾ ഈ തിരിച്ചടി നടത്തിയിരിക്കുന്നത്. അമേരിക്ക പറയുന്നത് ഇറാൻ വാണിജ്യ കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തിയതിന് എതിരെയുള്ള തിരിച്ചടിയാണ് അമേരിക്ക നടത്തിയത് എന്നാണ്. ആരും വെടിനിർത്തൽ കരാർ ലംഘിച്ച് പൂർണ്ണ യുദ്ധമാണ് എന്ന് പ്രഖ്യാപിച്ചിട്ടില്ല. എങ്കിൽ പോലും ഇത് ഒരു പൂർണ്ണമായ ഒരു യുദ്ധത്തിലേക്ക് തന്നെയാണ് ഇപ്പോൾ വീണ്ടും കടക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീർച്ചയായും അമേരിക്കയുടെ ഭാഗത്ത് ഇനി തിരിച്ചടി ഉണ്ടാകുമെന്നാണ് ബോധ്യപ്പെടുന്നത്. കാരണം അത്രയും ശക്തമായ തിരിച്ചടിയാണ് ഇറാന്റെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നത്. അതിശക്തമായ വാർഹെഡുകളുള്ള വലിയ മിസൈലുകൾ ഉപയോഗിച്ച് തന്നെയാണ് ഇറാൻ ആക്രമണം തിരിച്ചടിയും നടത്തിയിരിക്കുന്നത്. എന്തായാലും ഇസ്രയേൽ ഇപ്പോൾ യുദ്ധത്തിന് വേണ്ടി തയ്യാറെടുക്കുന്നു എന്ന വാർത്തയാണ് വരുന്നത്. ഇറാന്റെ ഭാഗത്ത് ഒരുപക്ഷെ തിരിച്ചടി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ആ ഒരു തിരിച്ചടി ഉണ്ടാവുകയാണെങ്കിൽ അതിനോട് പ്രതികരിക്കാനുള്ള ശക്തമായ സജ്ജീകരണങ്ങൾ ഇസ്രയേലിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന വാർത്തയും വരുന്നു. എന്തായാലും പശ്ചിമേഷ്യ വീണ്ടും പുകയുകയാണ് എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.